ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റെയിൻബോ വൈഗ. ഐ എം വൈഗ. അപ്പം നമുക്കിന്ന് എൻ്റെ കൃഷികൾ കാണിക്കാം. പിന്നെ നമുക്ക് 3 തക്കാളി ഉണ്ട് പറിക്കാം. കമാൺ. അപ്പം ഇവിടെ കാണുന്നതാണ് നമുക്ക് പറിക്കാനുള്ള തക്കാളി. ഒരെണ്ണം പഴുത്തിട്ടില്ല കേട്ടോ. 5 തക്കാളിൻ്റെ ടോട്ടൽ. ഓക്കെ, കമാൺ. നമുക്ക് ബാക്കിയുള്ള കൃഷി കാണാം. ഈ കാണുന്നത് ചെറിയൊരു പേരയ്ക്കയാണ്. നമുക്കിവിടെ തക്കാളിയുണ്ട്, പച്ചച്ചീരയുണ്ട്, ചുവന്ന ചീരയുണ്ട്. ഇത് മുളകാണ് കേട്ടോ. പിന്നെ വെണ്ടയ്ക്കയും ഉണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് 2 തക്കാളി കാണാം. അവിടെ നമുക്കൊരു മുന്തിരി ഉണ്ട് കേട്ടോ. പിന്നെ 2 വാഴയും ഉണ്ട്. കമോൺ, നമുക്ക് തക്കാളി പറിക്കാം. അത് ആണ് മുന്തിരി കേട്ടോ. 2 നല്ല ചുവന്ന തുടിച്ച തക്കാളി പറിച്ചിട്ടുണ്ട്. അപ്പോഴാണ് എന്നോട് അമ്മമ്മ പറഞ്ഞത് ഒരെണ്ണവും കൂടി ഉണ്ടെന്ന്. ഞാൻ ആ ഒരെണ്ണവും കൂടി അങ്ങ് പറിച്ചു. 3 തക്കാളി ഉണ്ട്. ഒന്നിൻ്റെ തണ്ട് അവിടെ ഉണ്ടായിരുന്നു. അത് പറിച്ച മെത്തേഡ് കറക്റ്റായിട്ടില്ലായിരുന്നു. കണ്ടോ, 3 തക്കാളി. അപ്പം ഈ കാണുന്നത് ബുഷ് ഓറഞ്ചാണ്. കുറേ ആയിട്ടുണ്ട്. കുഞ്ഞാണ് കേട്ടോ. അത് ഇതുവരെ ആയിട്ടില്ല. ആയില്ലെങ്കിൽ അത് നല്ല വലിപ്പത്തിലുണ്ടാകും. അത് മാത്രമല്ല, ഇത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു വീഡിയോ നമുക്കൊരു ദിവസം എടുക്കാം. അപ്പം അവിടെ നമുക്ക് തക്കാളി കാണാം. അതിൻ്റെ അടുത്ത് കുറച്ച് മഞ്ഞൾ കാണാം. പിന്നെ തുളസിയുണ്ട്. ഈ കാണുന്നത് സ്ട്രോബെറി ആണ് കേട്ടോ. തൊട്ടിപ്പുറത്തൊരു തക്കാളി ഉണ്ട്. അത് കാണുന്നത് ഇഞ്ചിയാണ്. ഇത് രണ്ടും സ്ട്രോബെറിയാണ്. നല്ല വലിപ്പത്തിലായിട്ടുള്ള സ്ട്രോബെറിയാണ്. ഇതുവരെയായിട്ട് സ്ട്രോബെറി ഉണ്ടായിട്ടില്ല. അപ്പം ഇവിടെ ഈ കാണുന്ന ചെടി പയറാണ് കേട്ടോ. ഇതൊരു തരം പയറാണ്. നീളമൊന്നും വെക്കുന്നില്ല. അപ്പോൾ ഇത് പച്ചയാണ് കേട്ടോ. ഇതിൻ്റെ ഉണങ്ങിയത് നമുക്ക് പറിച്ചാലോ? അവിടെ അതാ ഒരു ഉണങ്ങിയ തണ്ടിലതാ നമ്മുടെ ഉണങ്ങിയ പയറ് കിടക്കുന്നു. നമുക്കത് പറിക്കാം. ഒരു ഉണങ്ങിയതുണ്ടെന്ന് തന്നെ എത്രയാ കിട്ടുന്നത്? അപ്പം നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കിയാലോ? അയ്യോ, ഇതെപ്പം ഇങ്ങനെ പൊട്ടിക്കാം? മനസ്സിലായി. നമുക്കിങ്ങനെ പൊട്ടിക്കാം. ഞാൻ ആകാംക്ഷയിലാണ്. ഉള്ളി ഇങ്ങനെയാണല്ലേ. നല്ല മണമാണ് കേട്ടോ ഇതിന്. അയ്യോ, ഒരെണ്ണം താഴെ വീണുപോയി. നല്ല രസമുണ്ട് കാണാൻ. നല്ല കറുപ്പ് നിറമുള്ള 3 എണ്ണം. ഒരെണ്ണം നിലത്ത് വീണുപോയി. അത് നമുക്ക് എന്തായാലും എടുക്കാം. ഇതിൻ്റെ പൂ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ കുറച്ച് തണ്ട് വീണതിന് ശേഷം ഒടിഞ്ഞു പോയിട്ട് അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നിലത്ത് വീണെന്ന് നമുക്ക് എടുക്കാം. ഇതാണ് കേട്ടോ അതിൻ്റെ പൂവ്. ഒരു സമയത്ത് ഈ പൂവ് കുറേ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഇതാ നല്ല ഉണങ്ങിയിട്ടുള്ള കായുണ്ട്. ഈ കാണുന്നത് കോളിഫ്ലവർ ആണ് കേട്ടോ. ആ ഒരു ചട്ടിയിലുള്ള 2 എണ്ണം കോളിഫ്ലവർ ആണ്. നേരെ അപ്പുറത്തുള്ള ചട്ടിയിൽ നമുക്ക് ക്യാബേജും ഉണ്ട്. തക്കാളികൾ കുറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കാണാം ഒരു കുഞ്ഞില. നല്ല ഭംഗിയാണ് ആ ഇലയെ കാണാൻ. അത് നമ്മുടെ ക്യാരറ്റാണ്. കുറേ ക്യാരറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇല കാണാൻ നല്ല ഭംഗിയാണ്.
ഇത് ബീട്രൂട്ടാണ്, ഇത് രണ്ടും ബീട്രൂട്ടാണ്. അപ്പോൾ ദേ ഈ കാണുന്നത് മുളകാണ്, മുളകിൻ്റെ പൂവുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ആ ചുവന്നിട്ടുള്ളത് ആയിട്ടുള്ള മുളകാണ്, പറിക്കാനുള്ളതാണ്. നമുക്ക് വേറെ വലിയ 2 മുളകുണ്ടായിരുന്നു, 2 അല്ല 4 ഉണ്ട്. അപ്പോൾ ദേ നല്ല വലിപ്പാണ് കേട്ടോ. ഇവിടെ ദേ അതിലും വലുത് കിട്ടി. പറിക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ. ഓ, രണ്ടാമത് പറിച്ചത് നല്ല വലുതായിരുന്നു. ഈ മുളക് മാത്രം എന്തിങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് കിടക്കുന്നത്? എന്തായാലും ആ കിടപ്പിൻ്റെ സ്റ്റൈൽ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് അടുത്ത മുളക് പറിക്കാം. ദേ ഇവനും ആള് നിസ്സാരനല്ല, നല്ല വലിപ്പമുണ്ട്.